ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ശ്രീതു പ്രബിൻ, ദിസ് ഈസ് മഹൽസ പ്രബിൻ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. കാര്യം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അതൊക്കെ ഞാൻ അവിടെ ഇട്ടു. അപ്പൊ ഇന്നോട്ട് വീണ്ടും നല്ല ആക്റ്റീവായിട്ട് വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചു. നമുക്കിപ്പോൾ ഏകദേശം ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാ. ഇനി അത് വീണ്ടും നമ്മളുടെ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാണ്ടിരുന്ന അതൊക്കെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും ഇന്ന് മുതൽ വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ നിധിപ്പെട്ടി. ഞങ്ങളുടെ നിധിപ്പെട്ടി ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചു വെച്ച മഹൽസക്കുട്ടിയുടെ നിധിപ്പെട്ടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. അതായത് ഇപ്പൊ എന്റെ ചെറുപ്പത്തില് എന്റെ കുഞ്ഞിതിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ വലുതായി കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് ഭയങ്കര ആകാംക്ഷയായിരുന്നു എപ്പോൾ കാണാനും. അപ്പോഴേ ഞാൻ അപ്പോഴേ വിചാരിച്ചിട്ടുണ്ട് ഏകദേശം നമ്മള് ഒരു 7-8 ക്ലാസ്സിലൊക്കെ വലുതാവില്ല. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളിങ്ങനെ കല്യാണം കഴിയും കുട്ടി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കില്ല. അപ്പൊ ആ സമയത്തേ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടി ഫസ്റ്റ് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഇതുപോലെ നല്ല ഭംഗിയിൽ സൂക്ഷിച്ചു വെക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വലുതാവുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഞാൻ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് മത്സരങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ആള് ഇപ്പൊ ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. വലുതായപ്പോ ആളത് തന്നെ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ തല്ലിടും, മത്സരങ്ങളൊക്കെ ഒരുപാട് എടുത്ത് വെക്കി നശിപ്പിക്കല്ലേ പറഞ്ഞിട്ട്. അതൊക്കെ അത് ഭയങ്കര ആകാംക്ഷ അത് കാണാനായിട്ട്. അപ്പൊ ആ സമയത്തൊന്നും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ചാനൽ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇനിയാണെങ്കിൽ ഈ സാധനങ്ങൾ എന്തായാലും നശിച്ചു പോകുന്നില്ല, ഞാൻ സൂക്ഷിച്ചു വെക്കും. കല്യാണം കഴിയുമ്പോൾ തന്നുവിട മത്സരങ്ങൾക്ക് മറ്റേ ഉർവശിയുടെ സിനിമയിൽ പറയില്ലേ, ഇത് ഞാൻ ആദ്യമായിട്ട് എന്നിട്ട് എറിഞ്ഞ കല്ല് എന്ന് പറയില്ലേ, അതുപോലെ മത്സരങ്ങൾക്ക് ഞാൻ ഈ പെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തു വിടും. അപ്പൊ ഞങ്ങള് ആ പെട്ടിയിൽ നിന്നിട്ടൊക്കെ അത് കാണിച്ചു തരാം. ഇത് മത്സരങ്ങളുടെ നിധിയാണ് ഇത് കേട്ടോ, നിധിപ്പെട്ടി. അങ്ങനെ അപ്പൊ ഇതാണ് ആദ്യമായിട്ട് മത്സരം ഉപയോഗിച്ച കിലിക്ക. ഇത് മത്സരങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് കിലിക്ക. ഇപ്പോഴും ആളുടെ വിചാരം കുഞ്ഞു കുട്ടിയാണ്, ഇടയ്ക്കെടുത്ത് കിലിക്ക നടക്കണ കാണാൻ. ഇതാണ്, ഇത് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിലിക്ക, നല്ല ഭംഗിയില് കാണാനായിട്ട് കിലിക്ക എന്നോ. പിന്നെ ഇതാണ് മത്സരങ്ങളുടെ ആദ്യത്തെ പാലുകുപ്പി. ഇതെന്ന് പറഞ്ഞാൽ ആകെ 2 മാസം മേടിച്ചിട്ട് 2 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുമ്പോ നല്ല ഭംഗിയിൽ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ മേടിച്ചിട്ടുള്ള ഒരു പാലുകുപ്പി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് മത്സരം ഉപയോഗിച്ചിട്ടുണ്ട് 2 മാസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു സെക്കൻഡ് ഷോ ആണോ അത് എനിക്ക് ഓർമ്മയില്ല, പുലിമുരുകൻ സിനിമ കാണാൻ പോയി. ഞാനും ഹസ്ബൻഡും മോളും ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും എന്റെ അച്ഛനമ്മയും കൂടിയിട്ട് ഞങ്ങൾ പുലിമുരുകൻ സിനിമ കാണാൻ പോയി. മത്സരം തീരെ ചെറുതാ, കയ്യിൽ ഇങ്ങനെ പിടിക്കാവുന്ന പ്രായമുള്ളൂ, തീരെ ചെറുതാ. ആ സമയത്ത് പുലിമുരുകൻ ഭയങ്കര ഫേമസ് അല്ലായിരുന്നു. അപ്പൊ അത് കാണണം എല്ലാവർക്കും ആഗ്രഹമല്ലേ. അപ്പൊ അങ്ങനെ പോയതാ കുട്ടീനെയും കൊണ്ട്. അങ്ങനെ പോയി കുറെ കഴിഞ്ഞപ്പോ കുട്ടി കരഞ്ഞു തുടങ്ങി. സ്വാഭാവികം കുട്ടി അമ്മയും കൂടിയിട്ട് തിയേറ്ററിന്റെ പുറത്ത് വന്നു. അപ്പൊ ആ സമയത്ത് ഈ പാലുകുപ്പി ഇപ്പൊ തിയേറ്ററിന്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആരുടെങ്കിലും കയ്യിൽ ഉണ്ടാവുമായിരിക്കും, പേരൻസ് ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എന്റെ കയ്യിലും മോളുടെ കയ്യിലും ഈ സംഭവം ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് അത് അവരുടെ ആരുടെങ്കിലും കയ്യിലുണ്ടാവും. സിനിമ കഴിഞ്ഞവരെല്ലാവരും ഇറങ്ങി വന്നപ്പോ സംഭവം കയ്യിലില്ല. പിന്നെ എനിക്ക് ആകെ വിഷമമായി തുടങ്ങി. കാരണം എന്റെ മനസ്സിൽ ആദ്യമേ ഒരു ചിന്തയുണ്ട്, ആദ്യത്തെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചിന്തയുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ സാധനങ്ങളെല്ലാം നമുക്ക് സ്പെഷ്യൽ ആയിരിക്കില്ല. പിന്നെ എനിക്ക് അങ്ങോട്ട് വിഷമമായി തുടങ്ങി. ഞാൻ പറഞ്ഞു ഈ പാലുകുപ്പിയിലാണ്ട് ഞാൻ അവിടെ നിന്ന് വരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് തിയേറ്ററിൽ കയറി നോക്കിയപ്പോ നമ്മൾ ഇരുന്നതിന്റെ സീറ്റിന്റെ അടിയിൽ ഈ സംഭവം കിടക്കുന്നുണ്ട്. പക്ഷെ ഇതില് ചവിട്ടി ചെളിയൊക്കെ ആയിട്ട് ഒരുമാതിരി ആയിട്ടൊക്കെ കിടക്കണേ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്നാലും സംഭവം തിരിച്ചു കിട്ടിയില്ല. വീട്ടിൽ വന്ന് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ അളമാരിയിൽ കയറ്റി. പിറ്റേ ദിവസം കുട്ടിക്ക് വേറെ പാലുകുപ്പി മേടിച്ചു. പക്ഷെ ഇത് ഞാൻ കളഞ്ഞില്ല. പിന്നെ മേടിച്ച പാലുകുപ്പി അതൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ആദ്യത്തെ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പിന്നെയൊക്കെ അങ്ങനെ ഉപയോഗിച്ച് നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാൻ അത്രയും ആഗ്രഹിച്ച് അത്രയും കുറെ നോക്കി കടകളിലൊക്കെ കയറി നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു. ഇതിപ്പോ ഇതിന്റെ കളറൊക്കെ മങ്ങിയിട്ടാ. മേടിച്ച സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു, മറ്റേ സിനിമയിൽ പറയില്ലേ. അപ്പൊ ആ കാരണം നല്ല വില ഉണ്ടായിരുന്നു. അതുപോലെ മേടിച്ച സമയത്ത് നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. പിന്നെ ഇതും ഏത് സമയം അത് മറ്റേ ഫാസിലൊരു ഡയമണ്ട് നെക്ലസിൽ ഒരു കാറ് കൊടുക്കുമ്പോ കണ്ടിട്ടുണ്ടാവില്ല, കാറ് കൊടുക്കുന്നുണ്ട് പറയും. മേടിച്ച സമയത്ത് പുത്തനായിരുന്നു. അത് പറഞ്ഞാൽ മേടിച്ച സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് വല്ലപ്പോഴൊക്കെ മത്സരങ്ങൾക്ക് അങ്ങനെ ചെറുപ്പത്തിൽ വാശി കരച്ചില് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് വലിയ ആവശ്യമൊന്നും വന്നിട്ടില്ല. അല്ല, ഇടയ്ക്ക് ഞാൻ മേടിച്ചതിന്റെ ആഗ്രഹത്തിനിടയ്ക്ക് വാങ്ങി വെച്ച് കൊടുക്കും ചെറുപ്പത്തില്. അല്ലാണ്ട് ആളെ കൊണ്ട് അങ്ങനെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്ക് ഒരു വയസ്സ് വരെ വിരലില് വയലിടുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയണത് തള്ളൊന്നല്ല കേട്ടാ, എനിക്ക് തന്നെ അത്ഭുത കാര്യം. ഒരു ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞു, ഇനി വിരല് വയലിട്ട് കഴിഞ്ഞാൽ മത്സ്യമോളെ വിരല് വയലിടല്ലേ എന്ന് പറയും. മനസ്സിലാവാനുള്ള പ്രായമൊന്നായിട്ടില്ല, 1 വയസ്സോ 1.5 വയസ്സോ ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു മത്സ്യമോളെ ഇനി വിരല് വയലിട്ട വിരലിൽ ചെന്നി നായകൻ തയ്ക്കുന്നു പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്ത് മനസ്സിലായിട്ട്, ആ പ്രായത്തിലൊക്കെ എന്ത് മനസ്സിലാവുന്ന എനിക്കറിയില്ല, എന്ത് മനസ്സിലായിട്ടാണ് എന്തോ. പിന്നെ കുട്ടി അത് വായിലിട്ടിട്ടില്ല. പിന്നെ കൈ ഇവിടെ വരെ വായിൽ കൊണ്ടുവരും, ഇത് നോക്കും, കരയും. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാ സംഭവം. പിന്നെ കുട്ടി അത് വരല് വായിലിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇതിന്റെ വലിയ ആവശ്യം വന്നിട്ടില്ല. നല്ല ആദ്യമായിട്ട് മേടിച്ച കാരണം പിന്നെ കാണാനും നല്ല കാണാനും നല്ലൊരു ക്യൂട്ടായതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വലുതാവുമ്പോ കുട്ടിക്ക് കുട്ടി കൊടുക്കാം, ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴിക്കും. പിന്നെ ഇതാളുടെ ഫേവറേറ്റ് കിലിക്ക. ഇതൊരു കിലിക്കയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഈ മുട്ടിലെ കമന്നിങ്ങനെ നീന്തി നടക്കുന്ന പ്രായത്തില് അപ്പോഴാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു ബോളുള്ള കാരണം ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് ഭയങ്കര ആളിങ്ങനെ കാലുമേ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അടിക്കും. ഭയങ്കര ആകാംക്ഷ ഇത് കാണാനായിട്ട് ആൾക്ക്. എന്നിട്ട് ഇത് ഇങ്ങനെ നീന്തി നടക്കുന്ന പ്രായത്തില്, നീന്തി തുടങ്ങുന്ന പ്രായത്തില് കഷ്ടപ്പെട്ട് നീന്തി അത് പോയി എടുക്കും. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഉരുത്തിയിടും. അങ്ങനെ അത് നല്ലൊരു മെമ്മറി ഉള്ള സംഭവമായിരുന്നത്. ആൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി, ആള് ഭയങ്കര പ്ലസന്റ് ആവും. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാ എങ്ങനെ ഓർമ്മയുണ്ടാവും, കുഞ്ഞിതിലാണ് അത്. പിന്നെ കരിവള എന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു സ്നേഹം ഉണ്ടാവും കരിവളോട്. കുട്ടികൾ ആദ്യമായിട്ട് കരിവള ഇടുക 28-നാണ്, ജനിച്ചു കഴിഞ്ഞ് 28-നാണ് കരിവള, കൺമഷി എല്ലാം ഇടുക. അപ്പൊ ഇതൊന്ന് കൊണ്ടുവരും. അപ്പൊ 28 നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലായിരിക്കും. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഒരു ചടങ്ങായിട്ടാണ് ഈ കരിവള, പിന്നെ തേൻ വയമ്പ്, പിന്നെ ഈ കൺമഷി, അങ്ങനത്തെ കുറെ ചരട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് 28 കെട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് നടത്തുന്ന കാര്യങ്ങളാണത്. അപ്പൊ കൊടുന്നിട്ടുള്ള വളയാണ് ഇത്. കുറെ വള കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ വള കൊടുന്നതിൽ കുറെയൊക്കെ പൊട്ടിപ്പോയി. ഞാൻ പിന്നെ കുറച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഈ കരിവള എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ഒരു ഫീലിങ്സ് ആണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് എനിക്ക് ഇഷ്ടമാട്ടാ കരിവള, കുട്ടിയുടെ കരിവള കാണാനായിട്ട്. കുട്ടികളുടെ എല്ലാം നല്ല ക്യൂട്ടാ, അതങ്ങനെ എടുത്ത് പറയണ്ട, എല്ലാം നല്ല ക്യൂട്ടാ കുട്ടികളുടെ. പിന്നെ ഇതും ചുളിവ, അതാ വളപ്പണിതപ്പുള്ള ചുളിവ, അല്ലാണ്ട് കരിവള ഞളങ്ങില്ലേ പൊട്ടുള്ള. പിന്നെ ഇതും ആളുടെ ഫേവറേറ്റ് കിലിക്ക. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊട്ടിൽ കെട്ടി ആട്ടുമ്പോ ആ തൊട്ടിലിൽ കൊളുത്തിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലേക്ക് അങ്ങനെ വാശിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തൊട്ടിലിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൊളുത്തിയിടും. അതായത് തൊട്ടിലിന്റെ കയറും ആൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇത് ഇങ്ങനെ നോക്കി കിടന്ന് അങ്ങനെ കിടന്നുറങ്ങിപ്പോകും. ഇതാൾക്ക് വേണട്ടോ. പക്ഷെ ചില സമയത്ത് ഇതില്ലെങ്കിൽ ഒരു വാശി വരും. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഇത് ഇങ്ങനെ നോക്കി കുറെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ആ കൂട്ടത്തിലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. വലുതാവുമ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല. ഇപ്പൊ അങ്ങനെയാണ്, ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. വലുതാവുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി കിടക്കും. ഇപ്പൊ ആളുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെ വാശി ഉണ്ടായിരുന്നില്ല ആൾക്ക്. വാശി ഉണ്ടായിരുന്നില്ല. ഒറ്റ തവണ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിയിട്ട് കരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എന്റെ കയ്യിൽ ഇരിക്കൊണ്ട് കരഞ്ഞിട്ടുള്ളത്. കുട്ടീനെ കളിക്കാൻ വിട്ടില്ല ഞാൻ എടുത്തത്. എന്റെ ഒരു വാശി എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പൊ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ കുട്ടിക്ക് ഡോർ തുറന്ന് പുറത്ത് പോകണം പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല. അങ്ങനെയാണ് കുട്ടി ആദ്യമായിട്ട് ഭയങ്കര ഒരു കരച്ചിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ആ കരച്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമമുണ്ട്. എനിക്കും ഭയങ്കര വിഷമമുണ്ട് ആ കരച്ചില്. പിന്നെ എനിക്ക് അങ്ങനത്തെ കരച്ചിൽ വേറെ കുട്ടികൾ കരയുന്ന കാണുമ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഓർമ്മ വരും. അത് ഇതുപോലെ കളിക്കാൻ വിടാൻ പറഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വിട്ടില്ല ആളെ. അങ്ങനെയാണ് ആൾ ആദ്യമായിട്ട് വാശി പിടിച്ച് കരയണേ. അല്ലാണ്ട് പിന്നെ അങ്ങനെ ഒരു വാശി കരച്ചിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കുട്ടിക്ക്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടാ. പിന്നെ ഒരു കരയാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അങ്ങനെ വാശി പിടിച്ച്. ഇത് അങ്ങനത്തെ കിളിക്കുക. പിന്നെ ഇത് ഹെയർ ബാൻഡ്. ഇതാണ് ആദ്യമായിട്ട് വെച്ച ഹെയർ ബാൻഡ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറെ ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എന്റെ കയ്യിലില്ല. അതൊക്കെ ഉപയോഗിച്ച് നാശമായി പോയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റത്തെ എനിക്ക് സ്പെഷ്യലായിരുന്നു. ഇത് ഇപ്പൊ നാശമായി തുടങ്ങിയത്. ഇതിങ്ങനെ വന്നു തുടങ്ങി ഒട്ടിച്ച് വെക്കണത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കലാണ് പണി. നോക്ക് തലയിൽ വെക്കുക, അവിടെ തിരിച്ചു വെക്കുക, അങ്ങനെയൊക്കെയാണ് പണി. അത് കാരണം ഇങ്ങനെയായത്. അല്ലാട്ടാ ഇത് ഭയങ്കര ഭംഗിയുള്ള ഹെയർ ബാൻഡ് എന്നൊന്നും പറയാനില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുട്ടി വെച്ചിട്ടുള്ളതിൽ കുറെ നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഫസ്റ്റത്തെ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ എല്ലാ അമ്മമാരുടെയും ഫേവറേറ്റ് ആയിരിക്കും. ആദ്യമായിട്ട് കുട്ടിക്ക് ഇട്ട് കൊടുക്കണ പഫ്. പക്ഷെ ഇപ്പൊ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത് ചെറിയ കുട്ടികൾക്ക് എന്ന് പറയും. കാരണം ഇതിന്റെ ഈ നാരൊക്കെ കുട്ടികൾക്ക് അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ നാരില്ലാത്ത ടൈപ്പ് ഈ പഫ വരണത്. പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് കുറച്ചാൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും മാറ്റി. പക്ഷെ ഫസ്റ്റത്തെ ആയതുകൊണ്ട് ഫേവറേറ്റ് ആണ്. അങ്ങനെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി എനിക്ക് തന്നിട്ടുള്ളത്. വലിയച്ഛൻ്റെ മോള് ഭവ്യ ചേച്ചി എനിക്ക് തന്നിട്ടുള്ളതാണ്. മത്സ്യങ്ങൾ ആദ്യം ചെറുപ്പത്തിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോൾ തല ഒരു സൈഡിലേക്ക് ചെരിച്ചിട്ടാണ് കിടക്കുക. അപ്പൊ കാണാൻ വരുന്നവരും അങ്ങനെ വലിയവരൊക്കെ പറയും അങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ തല ഒരു സൈഡിലേക്ക് ഷേപ്പ് മാറിപ്പോന്ന് പറയും. അങ്ങനെ എനിക്ക് ചേച്ചി ഉപയോഗിച്ചോ ചേച്ചിയുടെ ആദ്യം ഉണ്ണിണ്ടായിപ്പോൾ ഉപയോഗിച്ചു പറഞ്ഞ സംഭവം അത് ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളതാട്ട തുന്നിയിട്ട്. ഇതിങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് തല ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ തല ചെരിക്കാണ്ട് അങ്ങനെ കിടക്കും. അങ്ങനെ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ള തലയാണിത് എന്നാണ് ഒരു വിശ്വാസം. പക്ഷെ അങ്ങനെ നല്ല
കേട്ടാ. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കാലൊഴിയ കൈയൊഴിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ കേട്ടിട്ട് അങ്ങനെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ അങ്ങനെ പറയും, കാലൊഴിഞ്ഞ് നേരെക്കണം, കൈ ഒഴിഞ്ഞ് നേരെക്കണം. പക്ഷെ എന്റെ മനസ്സിലൊരു ചിന്ത അതൊക്കെ വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക് ശരിയാവുന്നതാണ് എന്റെ ചിന്ത. എനിക്കറിയില്ല അങ്ങനെ. പിന്നെ അങ്ങനെ കുട്ടി ഇത്തിരി വലുതായപ്പോൾ ഷൂ മേടിച്ചു. ഈ ഷൂ മേടിക്കാൻ കാരണം എനിക്ക് ഇതേപോലത്തെ ഒരു സെയിം ഷൂ ഉണ്ടായിരുന്നു, ബ്ലാക്ക് സെയിം ഷൂ. എന്റെ ഷൂവിന്റെ പോലത്തെ അതേ സെയിം ഷൂ എനിക്ക് എന്റെ കുട്ടിക്ക് നടന്നു തുടങ്ങിയ പ്രായത്തില് കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചൊരു ഷൂ ആട്ടത്. കുട്ടി വലുതായപ്പോ പിന്നെ ഷൂ ഞാൻ സൂക്ഷിച്ചു. എന്റെ ഷൂ ഒക്കെ നാശമായി പോയിട്ടാ. ഇപ്പൊ കുട്ടി വലുതായി, പക്ഷെ ഷൂ അവിടെ അങ്ങനെ തന്നെയുണ്ട്. കുഞ്ഞു ഷൂക്ക് ഇങ്ങനെ ഉമ്മ വയ്ക്കാനൊക്കെ തോന്നുന്നു, ഇങ്ങനത്തെ ഒരു ഷൂ. പിന്നെ വേറെന്താ പിന്നെ ഇതും കുഞ്ഞിതിലത്തെ ഒരു ടവല്, അതായത് കുറുക്ക് കൊടുക്കണ സമയത്ത് നമ്മളിങ്ങനെ മേത്ത് ഇങ്ങനെ ഇടില്ലേ, അങ്ങനത്തെ ഒരു ടവലായിരുന്നു കേട്ടോ. പിന്നെ കുറുക്ക് കഴുകി കളഞ്ഞിട്ടല്ലേ സൂക്ഷിച്ചേക്ക്, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇത് മത്സ്യം ആദ്യത്തെ തോർത്തിറന്നില്ല, എന്തോ മഞ്ഞളുടെ കറി എന്തൊക്കെ ഇട്ടതും കഴുകിട്ട് പോയിട്ടില്ല, എന്തോ കറ പോയിട്ടില്ല. അപ്പൊ ഇതും കുട്ടിയുടെ ഇതാണ് കുട്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള തോർത്ത്. മനസ്സിലായ? ഇതുകൊണ്ട് തോർത്തിയാർന്ന് ചുമന്ന ബക്കറ്റിലുണ്ട്. ബക്കറ്റല്ല, അങ്ങനെ വട്ടയ പോലത്തെ ഒരു സംഭവം. മത്സ്യങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, ഒരു ചുവന്ന വട്ടത്തിലുള്ള ഒരു ബേസൻ. അതിലിരുന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തിരുത്തി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കയ്യും കാലിട്ട് അടിക്കും. ചെറുപ്പത്തിൽ നല്ലട്ടെ, ഇപ്പോഴും വെള്ളം കണ്ടാ ഞാൻ വിടില്ല ആള്. ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി കുളിക്കുമ്പോൾ ഒരു തല്ലുണ്ടായുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ക്ലാസ്സില്ലാത്ത ദിവസം ആള് തന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ മക്കി മുകളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ വരുമ്പോഴേക്കും കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഷവറിന്റെ അടിയിൽ ഇങ്ങനെ നിന്ന് വെള്ളം പിടിച്ചു വെച്ചിട്ട് നിന്ന് ചാടുക. നല്ല ചീത്ത കിട്ടുന്ന കാലത്ത് തന്നെ അങ്ങനെ. പിന്നെ അങ്ങനെ കുട്ടി വലുതായി. കുട്ടിക്ക് 1 വയസ്സായി. 1 വയസ്സായപ്പോ എടുത്ത ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത കാർഡാണ് മോളുടെ. ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ മഹൽസക്കുട്ടി. എന്റെ ഫേവറേറ്റ് ഫോട്ടോ കേട്ടോ. കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഫേവറേറ്റ് ഫോട്ടോയാണ്. എങ്ങനെ അത് സന്തോഷക്കൊണ്ട് ഇതിലെന്താ വായ ഓർന്നിരിക്കണം എത്ര. ഞാൻ എന്താ പറയണം ഇതിനൊക്കെ, എന്താ പറയണം? പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണോ ഓർന്നിരിക്കണം? അങ്ങനെ. അപ്പൊ ഇത്രേ ഉള്ളൂ. മേടിച്ചെടുക്കും, ഉപയോഗിക്കാൻ എല്ലാം മേടിച്ചെടുക്കും. കുറച്ചൊക്കെ പിന്നെ കുറച്ചൊക്കെ അതിലിരുന്നുണ്ട്. പിന്നെ ഒരു ആവേശം കഴിഞ്ഞപ്പോ പിന്നെ അത് ഉപയോഗിക്കാണ്ടൊക്കെ അങ്ങനെ. അപ്പൊ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. അപ്പൊ എനിക്ക് നിങ്ങളോട് എന്താ പറയാന്ന് വെച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അത് നമ്മളെ എഫക്ട് ചെയ്യാണ്ട് നമ്മൾ നോക്കണം, അല്ലെ? മത്സ്യങ്ങള്. അതെ, അതെനിക്ക് പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.